എന്റെ സഹോദരങ്ങളെ, ഹൃദയത്തിൽ ഇഖ്ലാസുള്ളവരെ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾക്കറിയില്ല പ്രാർത്ഥന എന്താണ്, ദുആ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതേ ജാറത്തിന്റെ അവിടെ പോയി നിന്ന് നോക്കൂ. ആ ഖബറിനരികിൽ പോയി നിന്നുകൊണ്ട് ഒരു മനുഷ്യനതാ കണ്ണിൽ നിന്ന് കണ്ണുനീർ വാർത്തുകൊണ്ട് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് തന്റെ പ്രയാസം നിന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പറയും. അത് പ്രാർത്ഥനയാണ്, അതാണ് ദുആ. അത് അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ടതായിരുന്നു. അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ അത് ദുആ ആണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇതാണ് ദുആ എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് പണ്ട് ഉമർ മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ടായിരുന്ന ഒരു ഉപമയുണ്ട്. അദ്ദേഹം പറയും, കാറ്റ് വീശാൻ, ശക്തമായി കാറ്റ് വീശുന്നു. ശക്തമായി കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ തന്റെ വീട്ടിന്റെ അടുത്തുള്ള അയൽവാസിയെ വിളിക്കണം, വാസുവിനെ വിളിക്കണം. വാസു ഒന്നിങ്ങോട് വന്ന ഈ തെങ്ങിനൊന്ന് പിടിച്ച് കെട്ടിക്കാം. അത് മനുഷ്യനോടുള്ള സഹായ നേട്ടമാണ്. അങ്ങനെ ഇതൊക്കെ പിടിച്ച് വാസുവിനെ വിളിച്ചോണ്ട് കെട്ടി, ഒരു കമ്പിയൊക്കെ പിടിച്ച് അങ്ങോട്ട് വലിച്ച് കെട്ടി നല്ല ഉറപ്പിച്ചു. കാറ്റതാ ശക്തമാകുന്നു. ഇവൻ വീട്ടിൽ പേടിച്ചിരിക്കണം. അങ്ങനെ പേടിച്ചിരിക്കുന്ന കമ്പി ഇതെല്ലാം കൂടി തകർന്ന് തരിപ്പടായി. തെങ്ങൊന്നാകെ വീട്ടിന്റെ മുകളിലേക്ക് വീട് പോയെന്ന് അവൻ പേടിക്കാൻ. അപ്പൊ വാസുവിനോട് പോയിട്ട് ഈ തെങ്ങിന്റെ വീട്ടിന്റെ മേലേക്ക് വീഴുന്ന ആരെയും പറയോ? ഇല്ല, അവനറിയാം വാസുവിന് സാധിക്കില്ല. അപ്പൊ നീ പറയാം, മൊഹീദ്ദീൻ ശൈഖേ തെങ്ങ് തലമക്ക് വീഴരുതേ എന്ന് പറയാൻ പ്രാർത്ഥനയാണ്. എല്ലാവരും പറയാം. ഇത് ഇത്ര മാത്രം പ്രയാസമുള്ള കാര്യമല്ല. ചില ആളുകൾ ഒന്ന് താരീഫ് ചോദിക്കും. ഇനിയിപ്പോൾ താരീഫ് പറഞ്ഞു കൊടുത്തു വിചാരിക്കാം. താരീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം തലബുൽ ഖൈരി എന്നൊക്കെ പറഞ്ഞു വിചാരിക്കാം. നമുക്ക് തിരിച്ചു ചോദിച്ചൂടെ, തലബ് എന്ന് പറഞ്ഞാൽ തേട്ടം, തലബിന്റെ താരീഫ് എന്താ, ഖൈറിന്റെ താരീഫ് എന്താ, ഷർറിന്റെ താരീഫ് എന്താ? അപ്പൊ ഖൈറിന് താരീഫ് പറഞ്ഞു, നിഅമ എന്നൊക്കെ പറഞ്ഞപ്പോൾ താരീഫ് പറഞ്ഞു വിചാരിക്കാം. അപ്പൊ നിഅമത്ത് എന്താ? അവസാനിക്കോ, ദുനിയാവിൽ അവസാനിക്കോ നിർവചനം ചോദിക്കുന്നത്? അശ്അരി മദ്ഹബ് അവരുടെ അഖീദയായി കൊണ്ടു നടക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ കെട്ടിക്കൊടുക്കാൻ. ദീനൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു സാധാരണക്കാരനെ നിങ്ങൾ വിളിക്കുക. എന്നിട്ട് ഒരു അശ്അരി മദ്ഹബ്, നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഞാൻ അശ്അരി ഒന്ന് പറഞ്ഞ, നീ അശ്അരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പറയാം അള്ളാഹ് മുകളിലില്ല, താഴെയില്ല, വലത്തില്ല, എടുത്തില്ല. അള്ളാഹ് എവിടെയാണ്? എവിടെയില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല എന്നതിന്റെ അർത്ഥം. സാധാരണക്കാരന്റെ ബുദ്ധിക്കൊരിക്കലും യോജിക്കാത്ത അഖീദ, അതാണ് അശ്അരി അഖീദ. അതുകൊണ്ടാണ് ഈ അഖീദ സ്വീകരിച്ച ആളുകൾ ബഹുഭൂരിപക്ഷം പേരും അവരിൽ വിവരമുള്ളവർ മരിക്കുന്നതിന് മുൻപ് ഇതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയത്. അശ്അരികൾ വലിയ നേതാവായി പറയുന്ന ആളാണ് ഫഖ്റുദ്ദീൻ അർ-റാസി. ഫഖ്റുദ്ദീൻ അർ-റാസി വലിയ തഫ്സീർ എഴുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതാ നൈസാബൂറിലുള്ള ആ വൃദ്ധ സ്ത്രീയുടെ അഖീദയിലാണ്. ഏതാണ് അഖീദ? സലഫി അഖീദയാണ്. ഏതൊരു സാധാരണക്കാരനായ മുസ്ലിമിനും അറിയുന്ന അഖീദ. അല്ലാഹു റഹ്മാനാണ്. എന്താ അതിന്റെ അർത്ഥം? സാധാരണക്കാർ പറയും അല്ലാഹു കാരുണ്യമുള്ളവനാണ്. അല്ലാഹു സമീഅൻ, എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു കേൾക്കുന്നവനാണ്. എന്നാൽ അശ്അരിയോട് ചോദിച്ചാലോ അവൻ പറയും അല്ലാഹു റഹ്മാനാണ്. അതിന്റെ അർത്ഥം അല്ലാഹു അവന്റെ അടിമകൾക്ക് അനുഗ്രഹം എത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ്. എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്തിഖാമുള്ളവൻ, സുൻതിഖാം, അവൻ പ്രതികാരം എടുക്കുന്നവനാണ്. എന്താ അതിന്റെ അർത്ഥം? ഇറാദതു ഈസാലിൽ അദാബി ലിൽ അബ്ദി, അടിമയിലേക്ക് ശിക്ഷ എത്തിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്താ പറഞ്ഞത്? ആർക്കും മനസ്സിലായി? അല്ലാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ പറയില്ല, എവിടെയാണെന്ന് പറയില്ല. ഈ അഖീദ, ഈ പറഞ്ഞ മുതകല്ലിമീങ്ങൾ, അഹ്ലുൽ കലാം, ഫൽസഫയുടെ ആളുകൾ, തത്വശാസ്ത്രത്തിലെ ആളുകൾ, അവർ കൊണ്ടുവന്നതാണ്. എന്തു കാര്യം മനുഷ്യന് മനസ്സിലാക്കുന്നത് പറഞ്ഞാലും അതിലൊക്കെ താരിഫാണ്, നിർവചനമാണ്. സഹായത്തേട്ടം അള്ളാഹുവിനോട് നടത്തുന്നതുണ്ട്, അല്ലാത്തവരോട് പറയുന്നതുണ്ട്. സാധാരണ മനുഷ്യനതറിയാം.